ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറെ ഒന്നുമല്ല, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഒരു അടിപൊളി ചുരം മാപ്പ് അല്ലെങ്കിൽ ചുരം റൂട്ട്. അപ്പം ഇതിനെ മലയാളി ഗെയിംസൊക്കെ താമരശ്ശേരി ചുരം എന്നാണ് വിളിക്കാറ്. ഇന്തോനേഷ്യയിലെ ഏതോ ഒരു ചുരമാണ്. അങ്ങനത്തെ ഒരു ചുരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവും. കാരണം സിമുലേറ്റർ ഗെയിംസിലൊക്കെ റിയൽ ആവാനാണ് വഴി. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ദേവഹിത എഡിഷൻ നെയിമുള്ളൊരു വണ്ടിയാണ്. റിയൽ നെയിം എന്ന് പറയുന്നത് മുത്തപ്പൻ എന്നാണ്. അപ്പോൾ നല്ലൊരു കണ്ടീഷനുള്ള നല്ലൊരു കൺട്രോളും കണ്ടീഷനൊക്കെ അടിപൊളിയായ വണ്ടിയാണ്. അപ്പം ഇതിൽ ഹെൽത്ത് നമുക്ക് 96 തോന്നുന്നു. ഹെൽത്ത് ഞാൻ നോക്കിയിട്ടില്ല ട്രിപ്പല്ല ഈ ഒരു യാത്ര. അപ്പോൾ അടിപൊളി ഡെസ്റ്റിനേഷനാണ്. അവിടെ വ്യൂ പോയിൻ്റൊക്കെ വന്നു എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ഈ ഒരു അപ്ഡേറ്റിന് മുന്നേ പോയതാണ് അവിടെ. അപ്പോൾ അതിന് മുന്നേ അടിപൊളി തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കണ്ടതൊരു അടിപൊളി അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ആ സ്ഥലം. ഒരു വ്യൂ പോയിൻ്റ്, ഒരു ഏർമാടൊക്കെ അവിടെ വന്നു എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോയോക്കാം നമുക്ക്. അപ്പം ബുക്കിറ്റുങ്കി ടു പതങ്കല ഗൈസ്, നേരെ റിട്ടേൺ ആണ്. പതങ് ടു ബുക്കിറ്റുങ്കിയാണ് നമ്മൾ ഈ റൂട്ട് വരുന്നത്. മാപ്പൊന്നും നമുക്ക് തെറ്റിക്കാനില്ല, കറക്റ്റ് മാപ്പിലത്തെ റൂട്ട് തന്നെയാണ് പോകേണ്ടത്. ഞാനിപ്പോൾ ആ കോളേജ് റോഡിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം പേർക്ക് അറിയുന്ന ഒരു സ്ഥലം തന്നെയാവും ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോഡിങ് മാപ്പ് കാണാം. നമുക്ക് ലോഡിങ് മാപ്പിലൊരു ആഡ് വരും. ആഡ് പരമാവധി എല്ലാവരും ശ്രമിക്കുക എഡിറ്റ് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ഒരു വീട്ടിലല്ല, പുറത്തൊരു സ്ഥലത്താണ്. അപ്പോഴാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പരമാവധി എഡിറ്റിങ്ങിനൊക്കെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആഡൊക്കെ അതേപോലെ അതിൽ വെച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും ഒന്നത് ആ കാര്യം ശ്രമിക്കാം. വണ്ടി ചെറുതായിട്ടൊന്ന് ഇടിക്കും, തട്ടുക മുട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹെൽത്ത് ഒരു 4% കുറയും. അതിൽ കൂടുതൽ കുറയുമെന്ന് എനിക്ക് അറിയത്തില്ല. 4% ഉറപ്പായിട്ടും കുറയും. ഈ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ എടുക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് 5-10 ടേക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട് തംബ്നെയിൽ. കാരണം ആ ഒരു അപ്പോൾ അതും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ പ്രശ്നം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. അത് ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലാണുള്ളത്, അതുകൊണ്ടാണ് മെയിനായിട്ട്. കേൾക്കുന്നുണ്ടോ അറിയില്ല, കേൾക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇന്ന് എൻ്റെ ഇവിടെ എൻ്റെ ഒരു അനിയത്തി, എൻ്റെ മാമൻ്റെ പേരക്കുട്ടി, ഞങ്ങളവിടെയൊക്കെ പേരക്കുട്ടിയാണ് വിളിക്കല്, അതായത് മോള്. അപ്പം കുഞ്ഞു വാവയാണ്. അപ്പം അവൾ ഇവിടെ വന്ന് കുറേ സൗണ്ടും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വട്ടം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഇടയ്ക്ക് കാണാം. അപ്പോൾ ചുരം ഡെസ്റ്റിനേഷൻ ഏതായാലും എത്താനായി. ഈ ചുരത്തിൻ്റെ ഈ റോഡ് തന്നെ ഫിനിഷിങ്, ഇപ്പോൾ റോഡിലേക്ക് തെറിച്ചിരിക്കുന്ന ഓരോ ചളിയുടെ ഒരു കട്ട പോലും അവർ എത്ര പെർഫെക്ഷനിലായിട്ട് ചെയ്താണ്. പക്ഷേ ഒരു അപ്ഡേറ്റും കൂടി ഇനി വരികയാണെങ്കിൽ ബസ്സിൻ്റെ ഗ്രാഫിക്സ് ജസ്റ്റ് ഒന്ന് കൂട്ടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ നമ്മളൊരു വണ്ടീനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടി അവിടെ പോവാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സംഭവം ബസ്സിൽ എനിക്ക് കുറച്ച് വീക്കായിട്ട് തോന്നി. എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ തോന്നിയിട്ടുണ്ട് കളിക്കുന്നത്. അപ്പം എനിക്ക് മാത്രമാവും ചിലപ്പോൾ. ഞങ്ങൾക്ക് ഇവിടെ എനിക്കറിയുന്ന ആൾക്കാർക്ക് മാത്രമാവും, നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു അടിപൊളി സിമുലേറ്റർ ഗെയിമാണ് കേട്ടോ ബസ് സിമുലേറ്റർ. ഒരു ബസ് ഗെയിം പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. MB സൈസും ഒരു 500 MBക്ക് താഴെ ഇത്രയും നല്ല ഗെയിം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ഒരു സിമുലേറ്റർ ബസ് ഗെയിം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിലിപ്പോൾ ഉള്ള അത്രയും ഗ്രാഫിക്സ്. അതുകൊണ്ട് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. ഇവിടെ ഒരു ലോറി മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം ഈ വണ്ടി എന്ന് പറയുന്നത് ഗ്ലാസ്സൊക്കെ, ചില വണ്ടി ഗ്ലാസ് ഫുൾ വൈറ്റ് അടിച്ചിട്ടുണ്ടാവുക. ഈ വണ്ടീൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത് ക്ലിയർ ബാക്കിലേക്കുള്ള വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഈ മോഡിൽ തോന്നിയിട്ടുള്ളത്. ഈ മോഡുകൾ ഏത് മോഡാണെങ്കിലും ഉണ്ടാക്കുന്ന ആളുകളെ സമ്മതിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തായിട്ടൊരു വണ്ടി ലോഞ്ച് ചെയ്യും. അപ്പോൾ പേര് വേറൊന്നുമല്ല, മാസ്റ്റർ ഹോളിഡേയ്സ് എന്നാണ്. അപ്പോൾ വണ്ടി ലോഞ്ചിങ് ഞാൻ ജെറ്റ് ബസ്സിൽ വരെയാണ് ഉദ്ദേശിച്ചത്. ബസ് അതാതെ മോഡിൽ നിന്നൊന്നും എനിക്കത്ര പ്രാക്ടീസ് ഇല്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ മഴ വന്നിട്ടുണ്ട്, മണി തന്ന് ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ല ബസ്സിൽ. ഓക്കെ, അപ്പം ഓൾ ടൈം ക്ലൈമറ്റ്
ടൂറിസ്റ്റ് ബസ്സിൽ അടിപൊളിയാണ്. ഈ വണ്ടിയിൽ ആകെ ഒരു വീക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടീൻ്റെ വൈപ്പർ എത്ര നമ്മൾ ഫുള്ളിലിട്ടാലും പണിയിട്ട് ഒരുത്തം വന്ന് ബ്രേക്ക് ഇടിച്ചു, നമ്മളങ്ങോട്ട് ബ്രേക്ക് പിടിക്കാൻ മറന്നുപോയി, പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഹെൽത്ത് പവർ കണ്ട 96 92 അപ്പം ആ കുട്ടി പിശാശിൻ്റെ ആ കുട്ടിയുടെ സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയുമെന്നറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഈ വണ്ടീൻ്റെ വൈപ്പർ എന്ന് പറയുന്നത് എത്ര ഇട്ടാലും നമുക്ക് വെള്ളം പോവില്ല. അതാണ് ഈ വണ്ടിയിൽ വീക്കായിട്ടുള്ള കാര്യം. ബാക്കി എല്ലാ വണ്ടിയിലൊക്കെ ആ ഒരു വൈപ്പർ തുടയ്ക്കുന്ന സംഭവം അത്ര ക്ലിയർ ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആകെ കഴിഞ്ഞത് ജെറ്റ് ബസ്സിൽ മാത്രമാണ്. അതുകൊണ്ട് ഡെസ്റ്റിനേഷൻ ഇപ്പം എത്താനായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം ടാങ്കർ ലോറികളൊക്കെ അവിടെ പോകുന്നുണ്ട്. ഒരു ലോറിയും കൂടി ആക്സിഡൻ്റ് ആയിട്ട്, പക്ഷേ അവിടെ സേഫ്റ്റിക്കൊന്നും വെച്ചില്ല. ഒരു വണ്ടി ഇപ്പോൾ കോടമഞ്ഞ് ഉള്ള ടൈമിൽ അങ്ങോട്ട് ഇടിച്ച് കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. പറഞ്ഞത് ശരിയാണ്, അപ്ഡേറ്റിന് ശേഷം ഏർമാടൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കണം. ഓക്കെ, വേറെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. വണ്ടി ഇവിടെ ഒതുക്കണം. ടൂറിസ്റ്റ് പ്ലേസ് ഒന്നല്ല കേട്ടോ, ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാൻ പറ്റുന്നൊരു റൂട്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അടിപൊളി സ്ഥലമാണ്, നല്ല വ്യൂ ആണ്. പുറത്തേക്ക് ഞങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ ഒരു ക്ലൈമറ്റൊക്കെ ബസ്സിലെ. നമ്മളിത് ഈ സൈഡിൽ കൂടെ വലിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഏർമാടത്തിന് മുകളിൽ കയറാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഇറങ്ങി നടക്കുന്നത് അങ്ങനെയല്ല, ആ ഒരു ഏർമാടത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി നടക്കുന്നത്. അപ്പം അങ്ങോട്ട് കയറിയിട്ടുണ്ട്. കയറാൻ പറ്റുമോ? ആ സ്റ്റെപ്പ് കയറി. അപ്പോൾ ഈ സ്റ്റെപ്പ് അതേ ഗൈസ് കയറാൻ കഴിയുന്നുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് തമ്മിലും കാര്യങ്ങളും സെറ്റാക്കണം. ഓക്കെ ഗൈസ്, സീന് അടിപൊളി വ്യൂ ആണ്. നമ്മുടെ വണ്ടി ചെക്കന്ത അവിടെ കിടക്കുന്നുണ്ട്. അപ്പം അടിപൊളി വ്യൂ ആണ് വണ്ടി. നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും അങ്ങനെ തന്നെയാവും. അപ്പോൾ പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അതുപോലെ ഈ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ആദ്യം പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞോന്നാണ്. നിങ്ങൾക്ക് ഈ സ്പോട്ട് അറിയാമായിരുന്നെങ്കിൽ സ്കിപ്പ് അടിക്കാമായിരുന്നു. അപ്പോൾ വേറെ വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.